എല്ലാവർക്കും എൻ്റെ കുട്ടി നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ അമ്മച്ചിക്കൊരു മേക്ക് ഓവർ നടത്താൻ പോവാം. നിങ്ങൾക്കറിയോ, എൻ്റെ അമ്മച്ചിക്ക് 91 വയസ്സായി. പക്ഷേ ഈ മേക്ക് ഓവർ അമ്മച്ചിയുടെ നിർബന്ധപ്രകാരമാണ് കേട്ടോ. അമ്മച്ചി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യമാണ് അമ്മച്ചിയുടെ മുടി വെട്ടി കൊടുക്കുന്നത്, അമ്മച്ചിക്ക് പൊട്ടുകുത്തി കൊടുക്കുന്നത്, നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കും, മിസ്സിന് ഇങ്ങനെ ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന്. അതിൻ്റെ റീസൺ എന്ന് പറയുന്ന ഈ ഇരിക്കുന്നയാൾ എൻ്റെ തലത്തൊട്ടമ്മയാണ്. അപ്പോൾ പിന്നെ അതെനിക്ക് കിട്ടാണ്ടിരിക്കുമോ ആ സ്വഭാവം? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പക്ഷേ അമ്മച്ചി കുറച്ച് കലിപ്പിലാണ് കേട്ടോ, ഒത്തിരി ദേഷ്യത്തിലാണ്, ഒരു സന്തോഷമില്ല ഇന്ന്. ആശാത്തിയുടെ ഒരു പല്ല് പോയി, അതിൻ്റെ കലിപ്പിലാണ്. ചിരിക്കുമ്പോഴൊന്നും ഒരു ഭംഗിയില്ല എന്ന് അമ്മച്ചി പറയുന്നത്. പിന്നെ അതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മുടി വെട്ടിക്കഴിഞ്ഞ് കണ്ണാടി കാട്ടിക്കൊടുത്തപ്പോൾ ആൾ പയ്യെ ചിരിക്കാനൊക്കെ തുടങ്ങി. ഞാൻ വിചാരിക്കുക, അമ്മച്ചി ഈ 93ാമത്തെ വയസ്സിലും എത്ര അംബീഷ്യസാണ്. മുടി വെട്ടണം, നന്നായി ഒരുങ്ങി നടക്കണം, പുതിയ ഡ്രസ്സ് വേണം, പുതിയ നൈറ്റ് വേണം, ഇതെല്ലാം അമ്മച്ചി പറയും. ഈ ഒരു ഏജിലും അതൊക്കെ അമ്മച്ചി ചിന്തിച്ച് നടക്കുമ്പോൾ എത്ര അംബീഷ്യസ് അമ്മച്ചി എന്ന് ഞാൻ ചിന്തിക്കുക. നമ്മളും അതുപോലെ തന്നെ ആവണ്ടേ? നമ്മളൊരു ഏജ് ആയിക്കഴിഞ്ഞാൽ എല്ലാത്തിനോടും മടുപ്പാണ്. പുതിയൊരു ഡ്രസ്സ്, ഇനി അത് വേണ്ട, എവിടെയെങ്കിലും പോകണോ, അത് വേണ്ട, അങ്ങനെ. പക്ഷെ എൻ്റെ അമ്മച്ചി അങ്ങനെയല്ല കേട്ടോ. പിന്നെ അമ്മച്ചി ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള കാരണം ഈ കുഞ്ഞിച്ചെക്കനാണ് കേട്ടോ. അമ്മച്ചി ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അവൻ്റെ കമ്പനി. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്ക് ഓവർ എന്നൊക്കെ. അമ്മച്ചി തന്നെ നിർബന്ധിച്ചാണ് ഇങ്ങനത്തെ ഫോട്ടോസ് എടുപ്പിക്കുന്നതും അങ്ങനെ ഒരുങ്ങുന്നതും എല്ലാം. സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സൽവാർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, നോർത്ത് ഇന്ത്യൻ ഗേളായിട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം സാധിപ്പിച്ചു കൊടുക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ലതല്ലേ? മോഹൻലാലിൻ്റെ കടുത്ത ആരാധികയായ ഞങ്ങളുടെ അമ്മച്ചി ഇതുപോലെ എന്നും പോസിറ്റീവായിട്ട്, എന്നും അംബീഷ്യസ് ആയിട്ട്, മിടുക്കി കുട്ടിയായിട്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.